ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇത് സംഭവം നടക്കുന്നത്. ഇതിന്റെ മുന്നേ 2 കൊല്ലം മുന്നേ ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായി. പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. ഇപ്രാവശ്യത്തെ ഇതിലാണ് ഒരു 4 ലക്ഷം രൂപ. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മഞ്ചേരി സെക്ഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എടവണ്ണ മുണ്ടേങ്ങരയിലെ പമ്പ് ഹൌസിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാതിൽ തകർത്ത് കേബിളുകളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും മോഷ്ടാക്കൾ കവരുകയായിരുന്നു. പരാതിയെ തുടർന്ന് എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാലിയാർ പുഴയിൽ നിന്ന് മോട്ടോർ വഴി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് 100 കണക്കിന് കർഷകർ ആശ്രയിക്കുന്ന ജലസേചന പദ്ധതിയാണിത്. നെല്ല്, വാഴ തുടങ്ങി 20 ഏക്കറോളം കൃഷിയിടങ്ങളിലേക്കാണ് ഈ പദ്ധതി വഴി വെള്ളം എത്തുന്നത്. മൈനർ ഇറിഗേഷന്റെ കീഴിലുള്ള പമ്പ് ഹൗസ് മറ്റേ എടവണ്ണ അങ്ങോട്ട് പമ്പ് ഓപ്പറേറ്റർമാരാണ്. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഈ വാതിൽ കുത്തി തുറന്ന് ഇതിന്റെ കേബിളുകൾ നന്നായിട്ട് മുറിച്ചുകൊണ്ടേക്കാണ്. താഴത്ത് പമ്പുണ്ട്, പമ്പക്ക് പോണ 6 ലെയർ കേബിള്, 6 കേബിളുകൾ. അതേമാതിരി ആ സ്റ്റാർട്ടറിന് ഈ പാനൽ ബോർഡിൽ സ്റ്റാർട്ടറിക്കുള്ള കേബിളുകൾ, അതേമാതിരി സ്റ്റാർട്ടർ പിന്നെ ആകെ കേട് കെട്ടിട്ട്, അതേമാതിരി ഇതിന്റെ മെയിൻ സ്വിച്ച് ലിവറുകളൊക്കെ നന്നായിട്ട് ഉപയോഗശൂന്യമാക്കി ഉപയോഗിക്കാൻ പറ്റാത്ത കുഴപ്പമില്ലാക്കി. ഏകദേശം ഒരു 4 ലക്ഷത്തിന്റെ മേലെ എന്താണ് നഷ്ടം. പമ്പ് ഹൌസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനാൽ കർഷകരും പ്രതിസന്ധിയിലാണ്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ടെന്ന് നടത്തിപ്പുകാർ പറയുന്നു. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് എടവണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.